എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കേട്ടോ. വേറൊന്നല്ല, നിങ്ങൾക്ക് എത്ര പേർക്ക് ഡാൻസ് പാട്ടൊന്നും ഇഷ്ടമല്ല? എൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആർക്കൊക്കെ ഇഷ്ടമല്ല? കാരണം ഇഷ്ടമുള്ളവരാണ് ഇവിടെ കൂടുതലുള്ളത്. ഇഷ്ടമില്ലാത്തവർ വളരെ റെയർ ആയിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് ഈ ഡാൻസ് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുഞ്ഞിലെ ഈ ഡാൻസ് പഠിക്കാനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ഒപ്പനയ്ക്കും അതേപോലെ തന്നെ ഓരോ പരിപാടിക്കും ഡാൻസിനൊക്കെ നമ്മൾ ചേരുമായിരുന്നു. പക്ഷേ നമ്മളെ കൂട്ടത്തിൽ നിർത്തൂല. കാരണം എന്താ? നിങ്ങൾക്ക് ഏകദേശം അറിയുന്നുണ്ടാവും, ഞാൻ കറുത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേജിന് ഫ്രണ്ടിൽ നിർത്തൂല. ഒന്നെങ്കിൽ നമ്മൾ ബാക്ക് വശത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കും. ഈ പ്രത്യേകിച്ച് മണവാട്ടി അല്ലെങ്കിൽ അങ്ങനെ മെയിനായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കളറുള്ള ആൾക്കാരെ മാത്രമേ അവർ ചൂസ് ചെയ്യാറുള്ളൂ. നല്ലത് പറഞ്ഞു തരേണ്ട അധ്യാപകർ പോലും ഇതുപോലെ വേർതിരിവാണ് നമ്മളോട് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടാനോ അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക് ഇടാനോ ഈവൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും ഒരുങ്ങാൻ പോലും സമ്മതിക്കില്ല. കാരണം ഈ കറുത്തിട്ടാണ് എനിക്കിത് ചേരൂല അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ മനസ്സിനുള്ളിൽ കുത്തി എപ്പോഴോ നിറച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിലായാലും ഇപ്പോഴായാലും എനിക്ക് അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന അനുഭവം നിങ്ങൾ എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ അന്ന് അനുഭവിച്ചത് ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കത് മാറിയിട്ടില്ല എന്ന് വരാൻ പറയാം. ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഡ്രസ്സിനനുസരിച്ചുള്ള പൊട്ടിടുക, ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള കമ്മലിടുക, അങ്ങനെ ഒരു കുട്ടിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയിൽ കണ്ണൊക്കെ വാലിട്ട് എഴുതുകയും ചെയ്യുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഈ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും അതേപോലെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റും ഭയങ്കര ടഫായിരുന്നു. എത്ര പഠിപ്പിച്ചാലും എൻ്റെ തലയിൽ കയറൂല. ചില കുട്ടികൾ അങ്ങനെയാണല്ലോ, ഈ ചിലവർക്ക് ചില സബ്ജക്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ മാർക്ക് ഭയങ്കര കുറവായിരിക്കും. എല്ലാവരും എല്ലാത്തിലും നല്ല ടാലൻ്റ് ആയിരിക്കണം എന്നില്ലല്ലോ. അതേപോലെ ഇംഗ്ലീഷിനും മാത്സിനും ഞാൻ ഭയങ്കര വീക്കായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് ടീച്ചറാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഏറ്റവും എനിക്ക് ഭയാനകരമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ടീച്ചറിൻ്റെ സൈഡിൽ ടീച്ചറുടെ കസേരമേൽ ഇരിക്കുമ്പോൾ ഞാൻ നിലത്തിരുന്നിട്ടാണ് പഠിക്കുന്നത്. ബാക്കി കുട്ടികൾ മൊത്തം ബെഞ്ചിലായിരിക്കും. ടീച്ചർക്ക് എന്നോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ടാണോ ഇഷ്ടക്കുറവുകൊണ്ടാണോ എന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ നുള്ളുക, വഴക്ക് പറയുക, ഗ്രാമർ തെറ്റിച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വഴക്ക് കേൾക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രാവശ്യം ഇതുപോലെ ചെവിക്ക് പിടിക്കുന്ന സമയത്ത് എൻ്റെ കമ്മൽ ഒടിഞ്ഞു പോയിട്ടോ. അന്ന് ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, വേഷം കെട്ട് കേട്ടാൽ നിനക്ക് സമയമുണ്ടല്ലോ, നിനക്കൊരു അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പഠിഞ്ഞ് കേൾക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ. ഇനി മേലെ ഇതുപോലെ വേഷം കെട്ടിട്ട് ഇവിടെ സ്കൂളിൽ വന്ന് പോകരുത്, കമ്മൽ ഒടിഞ്ഞ് കയ്യിലിരിക്കുകയുള്ളൂ, ഇനി മേലെ ഇതുപോലെ വേഷം കെട്ടരുതെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ കമ്മലിടാതെയായിരുന്നു സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ ഈ ചെറിയൊരു ഇൻസിഡൻറ്റ് നിങ്ങളോട് പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ഞാൻ അത്രയും ഇഷ്ടത്തോടെയാണ് ഞാനിവിടെ ഒരു പരിപാടി കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും എൻ്റെ കുഞ്ഞിലത്തെ ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളത് ഇപ്പോഴും എൻ്റെ മനസ്സിനുള്ളിൽ എനിക്ക് ഭയങ്കര സങ്കടമായി ഇവർ ഡാൻസ് കളിക്കുന്നത് കാണുന്ന സമയത്ത്. കാരണം ഒരു പ്രേക്ഷക എന്ന രീതിയിൽ ഞാനത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അവിടെ സ്റ്റേജിൽ കളിക്കുന്നതായിരുന്നു ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾ കറുത്തതാണോ, മെലിഞ്ഞിട്ടാണോ, വെളുത്തതാണോ, അല്ലെങ്കിൽ പൊക്കമുണ്ടോ, പൊക്കമില്ലേ, വണ്ണം ഉണ്ടോ, വണ്ണം ഇല്ലേ, ഇതൊന്നും നോക്കരുത് കേട്ടോ. നിങ്ങൾ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി കൊടുക്കുക. അങ്ങനെ പ്രോഗ്രാം കാണാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഭക്ഷണം കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവിടുത്തെ പ്രത്യേക കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റിങ്ങും അതേപോലെ ഈ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയത് ഒരു വാവേനെ ഫുഡ് കഴിപ്പിക്കുന്നത് ആ മീനുകൾ കാണിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ആ കുഞ്ഞാണെങ്കിൽ ആ മീനുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫോളോവേഴ്സ് നമ്മളെ മീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആൾ എന്നോട് നേരിട്ട് ഡയറക്റ്റ്ലി സംസാരിച്ചില്ല. ആൾ നേരെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടാണ് മെസ്സേജ് അയച്ചത്. അയ്യോ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കുമ്പോഴേക്കും എന്തോ മിണ്ടാനായിട്ടൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മിണ്ടാഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വന്ന് മിണ്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാകുമോ എന്ന് ഞാൻ അപ്പം തന്നെ പറയുകയും ചെയ്ത്. എങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് കാണുന്ന സമയത്ത് മീറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയത് കേട്ടോ. എനിവേ നിങ്ങൾ ആരെങ്കിലും എന്നെ കാണുവാണെങ്കിൽ ജസ്റ്റ് വന്ന് മിണ്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ എന്തായിരിക്കും കഴിക്കണം എന്നുള്ളതൊക്കെ ഏകദേശം ഗസ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മസാല ദോശയാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ മസാല ദോശ മാത്രമേ കഴിക്കുള്ളൂ, കാരണം എൻ്റെ അത്രയും ഫേവറേറ്റാണ് സാധനം. അങ്ങനെ വേഗം തന്നെ നമ്മൾ മസാല ദോശ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ അത്ര ഫേമസ് അല്ലെങ്കിലും എൻ്റെ ഫോളോവേഴ്സ് ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ജസ്റ്റ് വാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തൃക്കാർത്തികയുടെ പ്രോഗ്രാം ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ നേരെ ആ സമയത്ത് ആലപ്പുഴയിലായിരിക്കും. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ നേരെ ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷേ അത് സാരില്ല,
നമുക്കിനി അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ വർഷം ഞാൻ അവസാനമായിട്ട് വരുന്നത് ഇന്നത്തെ ഡേ ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വർഷം കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഏകദേശം അറിയാലോ. നമ്മുടെ ഫുഡ് വ്ളോഗ് ഉണ്ട്, അതേപോലെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഡ്രോയിങ്സ് ഉണ്ട്, ക്രാഫ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ കൂടുതലും ഇടാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ആണ് വീഡിയോ വേണ്ടതെന്നുള്ളതും ജസ്റ്റ് വേണമെങ്കിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതുപോലത്തെ വീഡിയോ കാര്യങ്ങൾ ഇടാമെന്നൊക്കെ വിചാരിക്കണു. പിന്നെ പോണ വഴിക്ക് എനിക്ക് തൂവലൊക്കെ കിട്ടിയിട്ടോ. പിന്നെ ഞാൻ നേരെ നമ്മുടെ സ്വന്തം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനാണ്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റ ബൈ, സീ യു.